ഹായ് എവരി വൺ. എനിക്കറിയാം, വളരെ കുറേ നാളായി നമ്മൾ ഈ ചാനലൊരു വീഡിയോ ചെയ്തിട്ട്. നിങ്ങൾ കുറച്ച് പേരെങ്കിലും വിചാരിച്ചിട്ടുണ്ടാവും ചാനൽ എന്താ നിർത്തിപ്പോയോ, ഇനി മുതൽ വീഡിയോകൾ വരില്ലേ എന്നെല്ലാം. ഞാൻ നമ്മുടെ മെയിൻ ചാനലായ ബാംഗ്ലൂർ മലയാളി ഗൈഡിനകത്ത് കഴിഞ്ഞ ആഴ്ച അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ഇനി മുതൽ നിങ്ങൾക്ക് സ്ഥിരമായി വീഡിയോ പ്രതീക്ഷിക്കാം. ആ ചാനൽ മാത്രമല്ല, കന്നഡ പഠിപ്പിക്കുന്ന ബാംഗ്ലൂർ മലയാളി ഗൈഡിൽ മാത്രമല്ല, ഈ ലേലു അല്ലു തെലുഗു എന്ന് പറഞ്ഞ ഈ ചാനലിലും തെലുഗു പഠിക്കാനും പിന്നെ ബംഗാളി ഫ്രം മലയാളി എന്ന് പറഞ്ഞ ബംഗാളി പഠിക്കാനുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഇനി പ്രതീക്ഷിക്കാം. അപ്പം ഏറ്റവും അവസാനം ഞാൻ ചെയ്തു നിർത്തിയത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തെലുങ്കിൽ എങ്ങനെയൊക്കെ ബേസിക്കായ വാക്കുകൾ എങ്ങനെയൊക്കെയാണ് പറയുന്നത് ഞാൻ പറഞ്ഞു തന്നായിരുന്നു. പിന്നെ അതിൻ്റെ ഒപ്പം എണ്ണാൻ പഠിച്ചായിരുന്നു, 1 മുതൽ 100 വരെ, പിന്നെ അതിൻ്റെ മേലോട്ടും. പിന്നെ നമ്മൾ കുറച്ച് ക്രിയകൾ പഠിച്ചായിരുന്നു. വരിക, പോവുക, ചെയ്യുക, സംസാരിക്കുക, പാചകം ചെയ്യുക എന്നൊക്കെ എങ്ങനെ പറയാമെന്നും അതിൻ്റെ ബഹുമാനത്തോടെ പറയാനുള്ള വാക്കുകൾ നമ്മൾ പഠിച്ചായിരുന്നു. അതിനുശേഷം നമ്മൾ പഠിച്ചത് എങ്ങനെയൊക്കെ ഭാവി കാലത്തിൽ വാക്യങ്ങൾ ഉണ്ടാക്കാം, ഒപ്പം തന്നെ വർത്തമാനകാലത്തിൽ എങ്ങനെയൊക്കെ വാക്യങ്ങൾ ഉണ്ടാക്കാം എന്നാണ്. എന്ന് വെച്ചാൽ നമ്മൾ ഇതുവരെ ഭൂതകാലം തുടങ്ങിയിട്ടില്ല. കുറെ നാളായി ഭൂതകാലം വരും എന്ന് പറയുന്നതല്ലാതെ ഈ ഭൂതം ഇതുവരെ അപ്പിയർ ചെയ്തിട്ടില്ലായിരുന്നു. അപ്പം ഇന്ന് നമ്മൾ ഭൂതകാലം എടുക്കാൻ പോകുന്നത് പാസ്റ്റ് ടെൻസ്. തെലുങ്കിൽ എങ്ങനെ ഞാൻ, നീ, നിങ്ങൾ, താങ്കൾ, നമ്മൾ, ഞങ്ങൾ, അവൻ, അവൾ, അവർ, അത്, ഇത് എന്നൊക്കെ വരുന്ന വാക്കുകൾ വരുന്ന നേരത്ത് എങ്ങനെയാണ് സെന്റൻസ് ഫോം ചെയ്യുന്നതെന്നാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. നമ്മൾ സ്ഥിരം ഫോളോ ചെയ്യുന്ന അതേ ഫോർമാറ്റിൽ ആദ്യത്തെ ഒന്നാമത്തെ പ്രൊനൗൺ മാത്രം നമ്മൾ എടുക്കുന്നതായിരിക്കും. അതാണ് നേനു അല്ലെങ്കിൽ ഞാൻ. ഓക്കെ, അപ്പം നമ്മൾ ഇതുവരെ പഠിച്ച അല്ലെങ്കിൽ ഒരുവിധം എല്ലാ ക്രിയകളും വെച്ച് എങ്ങനെയൊക്കെ ഭൂതകാലത്തിൽ വാക്കുകൾ ഉണ്ടാക്കാം എന്ന് നമുക്ക് പഠിക്കാം. ര, പോ, വെള്ളു, വെള്ളിപ്പോ, ചെയ്, ചെപ്പു, അടുകു, വിനു, ചതുവു, രായു, രാജ്കോ, നേർച്ചിക്കോ. അറിയാലോ, ഓർമ്മയുള്ള നമ്മുടെ ക്രിയകളൊക്കെ. ആ ക്രിയകൾ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ ആ ക്രിയകൾ നിങ്ങൾ കണ്ടാൽ നല്ലതായിരിക്കും. അപ്പം ഒന്നാമത്തെ ക്രിയ ര. ഞാൻ വരും എന്ന് പറയുന്നത് നേനു വസ്താനു എന്നാണല്ലോ. അതേപോലെ തന്നെ ഞാൻ വന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നത് നേനു വസ്തുണ്ണാനു ആണ്. ഇവിടെ ഭൂതകാലത്തിൽ ഞാൻ വന്നു എന്ന് പറയുന്നത് നേനു വച്ചാനു എന്നാണ്. അപ്പം ഇതാണ് ഇതിൻ്റെ ഒരു ഘടന എന്ന് പറയുന്നത്. ഒരുവിധം എല്ലാ ക്രിയകളുടെ ഒപ്പവും ആ നു എന്ന് പറയുന്ന ആ വാക്ക്, ആ ഒരു ഘടന ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭൂതകാലത്തിലെ സെന്റൻസുകളായി. അപ്പം ഇതിൽ തന്നെ ചെറിയ എക്സെപ്ഷൻസ് ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. അടുത്ത് പറയാം വെള്ളു. അപ്പം ഞാൻ മുൻപ് പറഞ്ഞു തന്നിട്ടുണ്ട്, പോ, വെള്ളു, വെള്ളിപ്പോ, ഈ മൂന്നിൻ്റെയും അർത്ഥം പോവൂ എന്നാണ്. പക്ഷേ ഈ കൊളോക്കിയൽ ഭാഷയിൽ പോ എന്ന് പറയുന്നതിന് മരിച്ചു പോവുക എന്നൊരു അർത്ഥം കൂടി ഉണ്ട്. നമ്മുടെ മലയാളത്തിലും എല്ലായ്പ്പോഴും നമ്മൾ മരിച്ചു, അന്തരിച്ചു, കാലം ചെയ്തു, നാട് നീങ്ങി, മരണപ്പെട്ടു, ചത്തുപോയി എന്നും പറയാറില്ലല്ലോ. നമ്മൾ ചിലപ്പം പോയി എന്നേ പറയാറുള്ളൂ. അപ്പം അതേപോലെ തന്നെ ഈ തെലുങ്കിലും പോ എന്ന് പറഞ്ഞ വാക്കിന് അങ്ങനത്തെ അർത്ഥം കൂടി ഉണ്ട്. ഇപ്പോൾ ഇവിടെ ഭൂതകാലത്തിൽ പോയി എന്ന് പറഞ്ഞാൽ ചിലപ്പം ആ ഒരു അർത്ഥമായി തെറ്റിദ്ധരിക്കപ്പെട്ടേക്കാം. അതുകൊണ്ട് നമുക്ക് പോയി എന്നതിന് പോ എന്ന് പറഞ്ഞ വാക്ക് വെച്ചല്ല, വെള്ളു എന്ന് പറഞ്ഞ വാക്ക് വെച്ച് നമുക്ക് ഉപയോഗിക്കാം. അപ്പം ഞാൻ പോയി എന്ന് പറയുന്നത് നേനു വെള്ളാനു. ഓക്കെ, എന്നോട് മുൻപ് കുറച്ച് പേര് ചോദിച്ചായിരുന്നു, വെള്ളു എന്ന് ഞാൻ പറഞ്ഞു തരുന്നത് വെല്ലു ആണോ വെള്ളു ആണോ? ഞാൻ ഇവിടെ എഴുതുന്നത് വെള്ളു എന്നാണെങ്കിലും സംസാരത്തിൽ കൃത്യം ലായോ കൃത്യം ലായോ അല്ല. അത് രണ്ടിനും ഇടയിലുള്ള ഒരു പെർട്ടിക്കുലർ വാക്കാണ്. അപ്പം അതെങ്ങനെ പ്രൊനൗൺസ് ചെയ്യുന്ന ചോദിച്ചാൽ, നമ്മളിപ്പം കൃത്യം വെല്ലു എന്ന് പറയാതെ അല്ലെങ്കിൽ വെള്ളു എന്ന് പറയാതെ വെള്ളു പറഞ്ഞു പറഞ്ഞാൽ നമുക്കത് പ്രാക്ടീസായി കിട്ടും. കുറച്ച് തെലുഗു സിനിമകൾ കണ്ടാൽ മതി, അല്ലെങ്കിൽ കുറച്ച് തെലുഗുമാരോട് സംസാരിച്ചാൽ മതി. ഓക്കെ, അപ്പം ഞാൻ പോയി എന്ന് പറയാനായിട്ട് ഞാൻ വെള്ളാനു, വെള്ളിപ്പോയാനു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒരു ഫിനിഷ്ഡ് ആയ ഒരു സെന്റൻസ് പോലെ തോന്നും. ഓക്കെ, ഞാൻ വെള്ളിപ്പോയാനു, ഞാൻ ഐ കംപ്ലീറ്റഡ് ദി ആക്ഷൻ ഓഫ് ഗോയിങ്. ഞാൻ പോയി, ഞാൻ വെള്ളിപ്പോയാനു. ഓക്കെ, അടുത്തത് ചെയ്. ഞാൻ ചെയ്തു എന്ന് പറയുന്നത് നേനു ചേസാനു എന്നാണ്. ഓക്കെ, നേനു ചേസാനു. ഈ വാക്ക് ഓർത്ത് വയ്ക്കുക, കാരണം മറ്റുള്ള ഒരുപാട് വാക്കുകളുടെ ഒപ്പം നമുക്കിത് ഉപയോഗിക്കേണ്ടി വരും. ഒരു ഉദാഹരണത്തിന് സഹായം ചെയ്യുക, ജോലി ചെയ്യുക, അതുപോലെ തന്നെ പാചകം ചെയ്യുക, അങ്ങനെ പിന്നെ ചെയ് എന്ന് പറഞ്ഞ് നമ്മൾ എവിടെയൊക്കെ ഉപയോഗിക്കണം അവിടെയൊക്കെ നമുക്ക് ഈ ചേസാനു എന്ന് പറഞ്ഞ വാക്ക് ഉപയോഗിക്കേണ്ടി വരും. ഓക്കെ, അടുത്തത് ചെപ്പു, പറയൂ. ഞാൻ പറഞ്ഞു എന്ന് പറയുന്നത് നേനു ചെപ്പാനു എന്നാണ്.
ഓക്കെ. വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നേനു എന്ന് പറയേണ്ട ആവശ്യമില്ല. നമ്മൾ മലയാളത്തിൽ ചുമ്മാ ഒരു ഉദാഹരണത്തിന് ഈ ചെപ്പ് എന്ന് പറഞ്ഞ വാക്കിനെടുക്കാം. ചെപ്പാനു എന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞു. നമ്മൾ മലയാളത്തിൽ ഇപ്പം പറഞ്ഞു എന്ന് പറയുകയാണെങ്കിൽ, ചുമ്മാ പറഞ്ഞു എന്ന് പറയുകയാണെങ്കിൽ ആരെങ്കിലും ചോദിക്കും, ആര് പറഞ്ഞു? പറഞ്ഞു നീയാണോ, അവനാണോ, അവളാണോ, അവരാണോ? പക്ഷേ തെലുങ്കിൽ നേനു ചെപ്പാനു, നേനു എന്ന് പറഞ്ഞ വാക്കിനൊപ്പം മാത്രമേ ചെപ്പാനു എന്ന് പറഞ്ഞ വാക്ക് വരികയുള്ളൂ. അതുകൊണ്ട് നേനു എന്ന് പറയേണ്ട ആവശ്യമില്ല. ചെപ്പാനു എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു എന്നാണ് അർത്ഥം. ഓക്കെ. നീ, നിങ്ങൾ, താങ്കൾ, അവൻ, അവർ, അവൾ, ഇതിനൊക്കെ വേറെ വേറെ ഫോർമാറ്റുകളാണ്. അതൊക്കെ നമുക്ക് അടുത്ത വീട്ടിൽ പറയാം. ഓക്കെ. അടുത്തത് അടുകു, ചോദിക്കുക. ചോദിച്ചു എന്ന് പറയുന്നതിന് നേനു അടുകാനു എന്നാണ്. ഇവിടെ സംസാരത്തിൽ ചിലപ്പം അടികാനു എന്ന് കൂടി കേൾക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ. അടുകാനു എന്നാണെങ്കിലും അടികാനു എന്നാണെങ്കിലും ഇനി അടുഗ്യാനു എന്നാണെങ്കിലും എല്ലാം ഒരേ അർത്ഥം തന്നെയാണ്. ഏത് റീജിയണിൽ നിന്നാണ് അവർ വരുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അവരുടെ ഈ ഒരു ഉച്ചാരണം. ഓക്കെ. അടുത്ത് വിനു, കേൾക്കൂ അല്ലെങ്കിൽ ശ്രദ്ധിക്കൂ. നേനു വിണ്ണാനു. ഓക്കെ. ഇവിടെ കുറച്ച് വ്യത്യാസമുണ്ട്. നോക്കൂ. ഇപ്പം വെള്ളു വെള്ളാനു, ചേസാനു. ഓക്കെ. ചെയ്യാനു എന്നല്ല, ചേസാനു എന്നാണ്. ചെപ്പു ചെപ്പാനു, അടുകു അടുകാനു. ഇത്ര വരെ ഓക്കെയാണ്. അപ്പം എന്ന് പറഞ്ഞ വാക്കിന് ചേസാനു എന്ന് വരണം. വിനു എന്ന് പറഞ്ഞ വാക്കിന് വിണ്ണാനു എന്ന് പറഞ്ഞു വരണം. വിനാനു അല്ല. ഓക്കെ. അടുത്ത് ചതുവു. ചതുവ് എന്ന് പറഞ്ഞാൽ വായിക്കുക. ചില സാഹചര്യങ്ങളിൽ പഠിക്കുക എന്ന് പറയാനും ചതുവ് എന്ന് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പം ഞാൻ വായിച്ചു അല്ലെങ്കിൽ ഞാൻ പഠിച്ചു, ഞാൻ വായിച്ചു, അത് മതി. ഞാൻ വായിച്ചു എന്ന് പറയാനായിട്ട് നേനു ചതിവാനു. ഇവിടെ ചതുവാനു അല്ല, ചതിവാനു. ഓക്കെ. ചിലപ്പം ചതുവാനു എന്ന് പറയുന്നവരും ഉണ്ടാകാം, പക്ഷേ ശരിയായ പ്രൊനൗൺസിയേഷൻ ചതിവാനു എന്നാണ്. അടുത്തത് എഴുതുക. രായു അല്ലെങ്കിൽ രാസ്കോ എന്ന് ഞാൻ പറഞ്ഞു തന്നായിരുന്നല്ലോ. ഞാൻ എഴുതി എന്ന് പറയുന്നത് നേനു രാസാനു അല്ലെങ്കിൽ നേനു രാസ്കുണ്ണാനു. ഓക്കെ. അടുത്ത് പഠിക്കുക. ഇതാണ് ശരിയായ പഠിക്കൽ, ലേൺ എന്ന് പറഞ്ഞ വാക്ക്. മറ്റേ ചതു എന്ന് പറഞ്ഞ വാക്കിന് വായിക്കുക എന്നാണ് അർത്ഥമെങ്കിലും നമുക്ക് പഠിക്കുക എന്ന അർത്ഥത്തിലും ഉപയോഗിക്കാം. കാരണം വായിച്ചാണ് നമ്മൾ സാധാരണ പഠിക്കാറ്. ഓക്കെ. അപ്പം ഞാൻ പഠിച്ചു എന്ന് പറയുന്നത് നേനു നേർച്ചുക്കുണ്ണാനു. ഓക്കെ. അടുത്തത് ഓക്കെ, കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് പോകണം, കാരണം അല്ലെങ്കിൽ വീഡിയോ വളരെ ലോങ് ആവും. ഞാൻ പിന്നെ അത് കട്ട് ചെയ്ത് രണ്ടാക്കിയിട്ടുണ്ട് വരും. ഞാൻ സഹായിച്ചു. സഹായിക്കുക എന്ന് പറഞ്ഞ വാക്ക് സഹായം ചെയ്യുന്നതാണല്ലോ. അപ്പം ഞാൻ സഹായിച്ചു എന്ന് പറയുന്നത് നേനു സഹായം ചെയ്സാനു. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, ചെയ് എന്ന് പറഞ്ഞ വാക്കിന്റെ പാസ്റ്റ് ടെൻസ് ആയ ചെയ്സാനു ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേയധികം ക്രിയകൾ ഉപയോഗിക്കാൻ പറ്റും. അടുത്തത് ജോലി ചെയ്യുക. പണി ചെയ്യുന്നതാണ് ആ വാക്ക്. നേനു പണി ചെയ്സാനു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ജോലി ചെയ്തു. പ്രാർത്ഥിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാർത്ഥിക്കുക. ഞാൻ പ്രാർത്ഥിച്ചു എന്ന് പറയുന്നത് നേനു പ്രാർത്ഥിച്ചാനു. ഓക്കെ. നേരത്തെ ഞാൻ വിനു എന്ന് പറഞ്ഞ വാക്ക് പറഞ്ഞായിരുന്നു, കേൾക്കുക. അതേപോലെ തന്നെ തിന്നു എന്ന് പറഞ്ഞ വാക്ക്, തിനു എന്നാണ് ശരി. നമുക്ക് കേൾക്കുന്ന നേരത്ത് തിനു എന്നോ തിന്നു എന്നോ അല്ല, അതിന് രണ്ടും ഇടയിലുള്ള ഒരു പർട്ടിക്കുലർ കാര്യമാണ്. ഓക്കെ. അപ്പം ഞാൻ തിന്നു എന്ന് പറയുന്നത് നേനു തിന്നാനു. ഇവിടെയും ന എന്നത് ആ രണ്ടാമത്തെ ന ആക്കി ഉപയോഗിക്കണം. നേനു തിന്നാനു, ഞാൻ തിന്നു. ഞാൻ ഭക്ഷണം കഴിച്ചു എന്ന് പറയുന്നത് ഭോജനം ചെയ്യുന്നതാണല്ലോ ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞ വാക്ക്. ഞാൻ ഭക്ഷണം കഴിച്ചു എന്ന് പറയുന്നത് നേനു ഭോജനം ചെയ്സാനു. ഓക്കെ. അടുത്തത് കുടിക്കുക. നേനു താഗാനു. കാരണം താഗു എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം കുടിക്കുക എന്നാണ്. ഇവു. ഓക്കെ. വീണ്ടും ഒരു എക്സെപ്ഷനായ ഒരു വാക്കാണ്. ഇവു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊടുക്കുക അല്ലെങ്കിൽ തരുക. അപ്പം ഞാൻ കൊടുത്തു എന്ന് പറയുന്നത് നേനു ഇച്ചാനു എന്നാണ്, അല്ലാതെ നേനു ഇവാനു എന്നല്ല. അതേപോലെ തന്നെ ഞാൻ തന്നു എന്ന് പറയുന്നത് ഞാൻ നിനക്ക് തന്നു, മറ്റുള്ളവർ കൊടുത്തു എന്നാണല്ലോ. ഞാൻ തന്നു എന്ന് പറയുന്നത് നേനു ഇച്ചാനു തന്നെയാണ്, ഇവാനു അല്ല. ഈ വീഡിയോ വളരെ ലോങ് ആയി പോകുന്നത് എനിക്കറിയില്ല. വളരെ ലോങ് ആയെങ്കിൽ ഞാൻ രണ്ടായി കട്ട് ചെയ്യുന്നതായിരിക്കും. അല്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് ഒറ്റ വീഡിയോ കാണാം. ഓക്കെ. നിങ്ങൾക്ക് ഇനി സ്ഥിരമായ വീഡിയോ പ്രതീക്ഷിക്കാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.